അസ്സലാമലൈക്കും. പുറത്തുനിന്ന് ഭയങ്കര വെയിലാണ്. ഉച്ചക്കത്തെ ചോറുന്നലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ മധുരമുള്ളത് ഉണ്ടാക്കി തിന്നാലോ എന്നൊരു തോന്നൽ. എന്താ ഇപ്പം ഉണ്ടാക്കാന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് നേന്ത്രപ്പഴമുള്ള ഓർമ്മ വന്നത്. എന്നാൽ പിന്നെ നേന്ത്രപ്പഴം വാട്ടിയിട്ട് കഴിക്കാൻ വിചാരിച്ച്. അപ്പോൾ പിന്നെ അതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി. ഒരു പാത്രത്തിൽ ശർക്കര ഉരുക്കാൻ വെച്ചു, വേറൊരു പാത്രത്തിൽ പഴം വാട്ടാനൊക്കെ വെച്ചു. അങ്ങനെ പിന്നെ ഒക്കെ പെട്ടെന്ന് പെട്ടെന്നുണ്ട് ചെയ്തെടുക്കായിരുന്നു കേട്ടോ. ഞാൻ ശർക്കര പാനിയാക്കിയതിലേക്കാട്ടാ തേങ്ങ ഇട്ട് കൊടുക്കണത്. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുത്ത് അപ്പോഴത്തേന് നമ്മളെ പഴം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ തേങ്ങയും ശർക്കരയും കൂടെയുള്ള മിക്സും കൂടെ ചേർത്തെടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തപ്പോൾ നമ്മളെ പഴം വാട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നല്ല മണം. അപ്പോൾ തിന്നാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടപ്പോഴാണ് ലാലേട്ടൻ്റെ ആ ഒരു പഴത്തിൻ്റെ ഒരു ഡെസേർട്ട് ഉണ്ടല്ലോ, ആ ഓർമ്മ വന്നത്. അപ്പോൾ ഐസ്ക്രീം കൊടുന്ന് 2-3 സ്പൂൺ ഐസ്ക്രീമും കൂടി ഇട്ട് കഴിച്ചു നോക്കിയപ്പോൾ ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. നല്ല രസമുണ്ട്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലിട്ടാ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.